ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, മനുഷ്യജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ മുറിവുകളിലൊന്നാണ് വിശ്വാസവഞ്ചന. ശത്രുവിൽ നിന്നുള്ള വഞ്ചനയല്ല, മറിച്ച് നാം വിശ്വസിച്ച, സ്നേഹിച്ച, സുഹൃത്ത് എന്ന് വിളിച്ച ഒരാളിൽ നിന്നുള്ള വഞ്ചനയാണ്. ചരിത്രം നിരവധി വഞ്ചനകളെ ഓർക്കുന്നു. ജൂലിയസ് സീസറിന്റെ വധം സൗഹൃദം തകർന്നതിന്റെ വേദനയെ ഓർമ്മിപ്പിക്കുന്നു. സീസർ തന്റെ ചുറ്റും ശത്രുക്കളെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ആഴമേറിയ മുറിവ് തന്റെ അടുത്ത സുഹൃത്തായ ബ്രൂട്ടസിനെ എതിരാളികളുടെ നിരയിൽ കണ്ടപ്പോഴായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. പ്ലാസി യുദ്ധം ഇന്ത്യയുടെ വിധി മാറ്റിമറിച്ചത് അഭിലാഷവും വ്യക്തിപരമായ നേട്ടവും വിശ്വസ്തതയെ മറികടന്നതുകൊണ്ടായിരുന്നു. ബെനഡിക്റ്റ് ആർണോൾഡ് ഒരിക്കൽ ധീരനായ നായകനായി പ്രശസ്തനായിരുന്നു, പിന്നീട് വിഭജിത വിശ്വസ്തതയുടെയും വഞ്ചനയുടെയും പേരായി അറിയപ്പെട്ടു. എന്നാൽ ഈ കഥകൾക്ക് വളരെ മുമ്പ് മറ്റൊരു വഞ്ചന നടന്നിരുന്നു, യൂദാസ് ഇസ്കറിയോത്തിന്റെ വഞ്ചന. യൂദാസ് ഇസ്കറിയോത്ത് യേശുവിനെ അക്രമത്തിലൂടെയല്ല, ഒരു ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുത്തു. സ്നേഹത്തിന്റെ അടയാളം വഞ്ചനയുടെ അടയാളമായി മാറി. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം ഇത്രയും ശക്തമാവുന്നത്. മരണത്തിന്റെ തലേരാത്രി വേദനയും നിഷേധവും വഞ്ചനയും വരാനിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സുഹൃത്തുക്കൾ എന്ന് വിളിച്ചിരിക്കുന്നു. എന്തൊരു അസാധാരണ സ്നേഹം! യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിരുന്നിട്ടും, പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിരുന്നിട്ടും, ശിഷ്യന്മാർ ഓടിപ്പോകുമെന്ന് അറിഞ്ഞിരുന്നിട്ടും യേശു അവരെ സ്നേഹിച്ചു. മനുഷ്യസ്നേഹം പലപ്പോഴും പറയുന്നു, നീ വിശ്വസ്തനാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കും. എന്നാൽ ക്രിസ്തു പറയുന്നു, നീ പരാജയപ്പെട്ടാലും ഞാൻ നിന്നെ സ്നേഹിക്കും. സഹോദരീ സഹോദരന്മാരെ, നാം സത്യസന്ധരാണെങ്കിൽ നാമും പലപ്പോഴും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. വെള്ളി നാണയങ്ങളോ ചുംബനമോ കൊണ്ടല്ല, നമ്മുടെ പാപങ്ങളിലൂടെയാണ്. സ്നേഹത്തിനു പകരം വെറുപ്പും, വിനയത്തിനു പകരം അഹങ്കാരവും, ക്ഷമയ്ക്കു പകരം പ്രതികാരവും, സത്യത്തിനു പകരം മൗനവും, ത്യാഗത്തിനു പകരം സ്വാർത്ഥതയും തിരഞ്ഞെടുക്കുമ്പോൾ നാം ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നു. ദരിദ്രരെ അവഗണിക്കുമ്പോഴും, വാക്കുകളാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും, ക്ഷമിക്കാൻ വിസമ്മതിക്കുമ്പോഴും, സ്വന്തം മാത്രം നേട്ടത്തിനായി ജീവിക്കുമ്പോഴും നാം അവനെ വഞ്ചിക്കുന്നു. എന്നിട്ടും യേശു നമ്മെ സ്നേഹിക്കുന്നത് നിർത്തുന്നില്ല. ഗെത്സമനി തോട്ടത്തിൽ പോലും യേശു യൂദാസിനെ ഈ സുഹൃത്ത് എന്ന് വിളിച്ചു. എന്തൊരു കാരുണ്യം! എന്തൊരു ദിവ്യസ്നേഹം! ലോകം പ്രതികാരം പഠിപ്പിക്കുന്നു, യേശു ക്ഷമ പഠിപ്പിക്കുന്നു. ലോകം ശക്തി പഠിപ്പിക്കുന്നു, യേശു ത്യാഗം പഠിപ്പിക്കുന്നു. ലോകം പറയുന്നു, നിന്റെ ശത്രുക്കളെ നശിപ്പിക്കുക. എന്നാൽ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഹൃദയം. ക്രിസ്തുമതം കേവലം നിയമങ്ങൾ പാലിക്കലല്ല, അത് ക്രിസ്തുവുമായുള്ള സൗഹൃദമാണ്. ഒരു ദാസൻ ഭയത്താൽ അനുസരിക്കുന്നു, ഒരു സുഹൃത്ത് ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നു. ഒരു സുഹൃത്ത് വിശ്വസ്തനായി നിലകൊള്ളുന്നു, ത്യാഗം ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുന്നു. യേശു പറയുന്നു, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആരുടെയും മേൽ ഇല്ല. യോഹന്നാൻ. തന്റെ മക്കൾക്കുവേണ്ടി ത്യാഗം ചെയ്യുന്ന ഓരോ അമ്മയും, കുടുംബത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന ഓരോ അച്ഛനും, നിശബ്ദമായി ശുശ്രൂഷിക്കുന്ന ഓരോ പുരോഹിതനും, രോഗികളെ പരിചരിക്കുന്ന ഓരോ സന്യാസിനിയും, വേദനാജനകമായ മുറിവുകൾ ക്ഷമിക്കുന്ന ഓരോ വ്യക്തിയും ഈ സുവിശേഷം ജീവിക്കുന്നവരാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ലോകം തകർന്ന ബന്ധങ്ങളാൽ മുറിവേറ്റിരിക്കുന്നു. സ്വത്ത് തർക്കങ്ങൾ മൂലം കുടുംബങ്ങൾ പരസ്പരം മൗനം പാലിക്കുന്നു. അസൂയയും അഹങ്കാരവും സൗഹൃദങ്ങളെ നശിപ്പിക്കുന്നു. രാഷ്ട്രീയവും മതവും ജാതിയും സ്വാർത്ഥതയും സമൂഹങ്ങളെ വിഭജിക്കുന്നു. പുറമേ ചിരിക്കുന്ന പലരുടെയും ഉള്ളിൽ ആഴമായ മുറിവുകളുണ്ട്. ഇത്തരം മുറിവേറ്റ ലോകത്തിലും യേശു ഇന്നും പറയുന്നു, ഞാൻ നിങ്ങളെ സുഹൃത്തുക്കൾ എന്ന് വിളിച്ചിരിക്കുന്നു. എന്തൊരു ആശ്വാസം! എന്തൊരു പ്രത്യാശ! കുരിശ് യേശു നമുക്കുവേണ്ടി മരിച്ച സ്ഥലം മാത്രമല്ല, നമ്മെ എന്നും സുഹൃത്തുക്കളായി വിളിക്കാൻ അവൻ ഒരിക്കലും മടിക്കില്ല എന്ന് തെളിയിച്ച സ്ഥലമാണ്. വഞ്ചനയ്ക്കു ശേഷവും, നിഷേധത്തിനു ശേഷവും, പാപത്തിനു ശേഷവും. അതിനാൽ ഇന്ന് ഇവിടെ ആരും ദൈവകാരുണ്യത്തിന് അതീതരല്ല. ഒരുപക്ഷെ ഇവിടെ ആരെങ്കിലും വിശ്വാസവഞ്ചനയുടെ വേദന വഹിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ആരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടാകാം. ഒരുപക്ഷെ ആരെങ്കിലും കഴിഞ്ഞകാല പാപങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയിരിക്കുന്നുണ്ടാകാം. ഇന്ന് യേശു നമ്മോട് പറയുന്നു, തിരിച്ചു വരൂ, എന്റെ സ്നേഹത്തിൽ നിലനിൽക്കൂ. നീ ഇപ്പോഴും എന്റെ സുഹൃത്താണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമുക്ക് 3 കൃപകൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്താനുള്ള കൃപ, നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള കൃപ, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ജീവിതത്തിലൂടെ യേശുവിന്റെ യഥാർത്ഥ സുഹൃത്തുക്കളാകാനുള്ള കൃപ.
ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സുഹൃത്തുക്കളായി ജീവിക്കുമ്പോൾ കുടുംബങ്ങൾ സുഖപ്പെടുകയും സമൂഹങ്ങൾ മാറുകയും ദൈവസ്നേഹം ലോകത്തിൽ ദൃശ്യമാവുകയും ചെയ്യും. വിശ്വസ്തയോടെ സ്നേഹിക്കാനും ഉദാരമായി ക്ഷമിക്കാനും എപ്പോഴും അവന്റെ സൗഹൃദത്തിൽ തുടരാനും യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കട്ടെ. ആമേൻ.